ഇത് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഒരു മെഷീനാണ്. സ്വദേശി മെഷീനാണ്. ഈ മെഷീൻ നമ്മുടെ നാട്ടിലുണ്ടാക്കിയത് ഈ പത്രക്കാരോടാ പറയും. അതൊക്കെ പോയി ഈ മെഷീൻ നമ്മുടെ നാട്ടിലുണ്ടാക്കിയത്. മറ്റ് മെഷീനുകളെക്കാളും ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കൊയ്ത് വരുന്ന ഇതുണ്ട്, വൈക്കോല് ചതഞ്ഞു പോകും. ആ വൈക്കോല് നമുക്ക് പശുവിനിട്ട് കൊടുക്കാവുന്ന തരത്തിൽ പാകപ്പെട്ടതായിരിക്കും. ചില സ്ഥലത്ത് ഈ കൃഷി കൊയ്ത്തിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമുള്ള സ്ഥലത്തിറങ്ങി കൊയ്യാൻ പറ്റില്ല, വെള്ളമുള്ള സ്ഥലത്തിറങ്ങി കളപറിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കൃഷിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് നമ്മുടെ ഇപ്പോൾ തൊഴിലാളികൾ കിട്ടാറുണ്ട്. പക്ഷെ അതിനൊക്കെയുള്ള മെഷീനറികളാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ഈ കമ്പനി റെഡ് ലാൻഡ് ആഷ്ലി എന്ന് പറയുന്ന കമ്പനി പുതിയ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മുടെ കൊയ്ത്ത് മെഷീൻ അവരാണ്. മറ്റുള്ളതൊക്കെ പാലക്കാട് നോർത്ത് ഇന്ത്യയിലാണ് ഒരു കമ്പനിയുള്ളത്. അത് ഇപ്പോൾ കിട്ടാനും മറ്റുള്ള കമ്പനികൾ നോർത്ത് ഇന്ത്യയിലെല്ലാം ഉണ്ടാക്കുന്നത്, എല്ലാം വെളിയിൽ നിന്ന് ഇറക്കുമതി. നമ്മളിവിടെ ഇത് മാത്രമേ മിഷനറിയുടെ എല്ലാ റേഞ്ചും കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് കേരളത്തിന്റെ ഫീൽഡിന് അനുയോജ്യമായിട്ട് പ്രത്യേകമായിട്ട് മലയാളികൾ തന്നെ ഡിസൈൻ ചെയ്തെടുത്ത ഒരു മെഷീനാണ് നമ്മുടെ സ്വന്തം. നമുക്കൊരു നമ്മുടെ മലയാള മെഷീൻ പക്ഷേ മറ്റൊന്നുണ്ട്. അതല്ല, ഇതിപ്പോൾ ഒരു മെഷീൻ കാലമായതുകൊണ്ട് അതിനാണ് നമ്മൾ ആ സ്ട്രോയിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു പേറ്റന്റഡ് ഡിസൈനാണ്. അതെ, ഇതിൻ്റെ ഇപ്പോൾ ഈ വൈക്കോല് നമുക്ക് പക്ഷികൾക്ക് അപ്പം തന്നെ കൊടുക്കും, ഹാപ്പിയായിട്ട് കഴിച്ചു കൊടുക്കും. മറ്റുള്ള മെഷീൻ കൊയ്യുമ്പം വൈക്കോല് ചതഞ്ഞു പോകും. അപ്പോൾ അതിനെ കെട്ടിയെടുത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും പശുക്കൾ തിന്നാറില്ല. നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കൃഷി എന്ന് പറയുന്നത് കൃഷിക്കൊരു എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുകൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയാൽ ഇപ്പോൾ കുറച്ച് തൊഴിലാളികൾ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ തൊഴിലാളി ക്ഷാമം ഉള്ളതുകൊണ്ട്